ഹലോ, ഏവർക്കും സോഷ്യൽ സയൻസ് പാഠശാലയിലേക്ക് സ്വാഗതം. 8ാം ക്ലാസ് സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിലെ 6ാം അധ്യായമാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. ഭൂപടങ്ങൾ വായിക്കാം. ഏവർക്കും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം. മകനെ, ഇതിൻ്റെയുടെ ഭൂപടം. മധുസൂദനൻ നായർ സാറിൻ്റെ ഈ കവിത നിങ്ങൾ കേട്ടിട്ടില്ലേ? ഭാരതീയം എന്ന ഈ കവിത. ഇവിടെ ഞാൻ ചിത്രത്തിൽ ഇന്ത്യയുടെ മാപ്പും തന്നിട്ടുണ്ട്, ഇന്ത്യയുടെ ഭൂപടവും തന്നിട്ടുണ്ട്. ഇവിടുത്തെ ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് ഈ ചിത്രത്തെ നമ്മൾ ഭൂപടം എന്ന് വിളിച്ചത്? നമുക്ക് പരിശോധിക്കാം. ഭൂമിയുടെ ഉപരിതലത്തെ മുഴുവനായോ അല്ലെങ്കിൽ അതിലെ ഏതെങ്കിലും ഭാഗത്തെയോ ഒരു ചിത്രത്തിൽ റെപ്രസെൻ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മാപ്പ് അല്ലെങ്കിൽ ഭൂപടം എന്ന് വിളിക്കുന്നത്. നോക്കൂ, ഇവിടെ നിങ്ങൾക്ക് രണ്ട് ചിത്രങ്ങൾ, രണ്ട് മാപ്പുകൾ കാണാൻ സാധിക്കും. ആദ്യത്തേതിൽ ഭൂമിയുടെ ഉപരിതലം മുഴുവനായി കാണിച്ചിരിക്കുന്നു. അത് വേൾഡ് മാപ്പ് ആണ്, ലോക ഭൂപടമാണ്. രണ്ടാമത്തേതിൽ ഈ ഭൂമിയുടെ ഉപരിതലത്തിലെ ഒരു ഭാഗമായ ഇന്ത്യയെ മാത്രം കാണിച്ചിരിക്കുന്നു. അതാണ് ഇന്ത്യയുടെ ഭൂപടം. നമ്മൾ നേരത്തെ ഇന്ത്യയുടെ മാപ്പ് കണ്ടല്ലോ. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു വലിയ രാജ്യമാണ്. ഈ വലിയ രാജ്യത്തെ ഒരു ചെറിയ പേപ്പറിലോട്ടാക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അതിന് ഒരു അളവുണ്ട്. ആ അളവിനെയാണ് മാപ്പ് സ്കെയിൽ എന്ന് പറയുന്നത്. മാപ്പിലെ ഡിസ്റ്റൻസും യഥാർത്ഥ ഡിസ്റ്റൻസും തമ്മിലുള്ള റേഷ്യോ ആണ് ഈ മാപ്പ് സ്കെയിൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണമായി 1:1 എന്ന റേഷ്യോ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം മാപ്പിലെ 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ 1 കിലോമീറ്റർ ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഒന്നുകൂടി പറയാം. സ്കെയിൽ ഓഫ് എ മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാപ്പിലെ ദൂരവും യഥാർത്ഥ ദൂരവും തമ്മിലുള്ള റേഷ്യോ ആണ്. ഇനി ഈ ഭൂപട നിർമ്മാണത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ആ പേരാണ് കാർട്ടോഗ്രഫി. നമ്മൾ വിവിധ ആവശ്യങ്ങൾക്ക് വിവിധ തരം ഭൂപടങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണത്തിന്, രാജ്യാതിർത്തികൾ മനസ്സിലാക്കുന്നതിന് നമ്മൾ രാഷ്ട്രീയ ഭൂപടങ്ങൾ ഉപയോഗിക്കും. അതുപോലെ തന്നെ സൈനിക ആവശ്യങ്ങൾക്ക് സൈനിക ഭൂപടങ്ങൾ ഉപയോഗിക്കും. ചരിത്ര പഠനത്തിന് ചരിത്ര ഭൂപടങ്ങൾ ഉപയോഗിക്കും. ജ്യോതിശാസ്ത്ര പഠനത്തിന് ജ്യോതിശാസ്ത്ര ഭൂപടങ്ങൾ ഉപയോഗിക്കും. അങ്ങനെ ആ ലിസ്റ്റ് നീണ്ടുപോകുന്നു. എന്തിനാണ് ഈ വിവിധ തരം ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നത്? എല്ലാം കൂടെ ഒന്നിൽ പോരെ? അതാണ് ഇവിടുത്തെ ചോദ്യം. ഒരു ഭൂപടത്തിൽ തന്നെ വിവിധ ആവശ്യങ്ങൾക്കായിട്ടുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തിയാൽ എന്ത് സംഭവിക്കും? ഉത്തരം എന്തായിരിക്കും? അതെ, ഉത്തരം ഓപ്ഷൻ ബി. ആശയക്കുഴപ്പങ്ങളും അവ്യക്തതകളും ഉണ്ടാവും. ഈ ചോദ്യം ശ്രദ്ധിക്കാം. പ്രത്യേക വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ഭൂപടങ്ങളാണ് ഓപ്ഷൻ എ സബ്ജക്റ്റീവ് ഭൂപടങ്ങൾ, ഓപ്ഷൻ ബി തീമാറ്റിക് ഭൂപടങ്ങൾ, ഓപ്ഷൻ സി തോത് ഭൂപടം, ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. ഇവിടെ ഉത്തരം ഓപ്ഷൻ ബി തീമാറ്റിക് ഭൂപടം. നേരത്തെ നമ്മൾ കണ്ട രാഷ്ട്രീയ ഭൂപടം, സൈനിക ഭൂപടം, ഇതെല്ലാം തീമാറ്റിക് ഭൂപടങ്ങളാണ്. ഇനി നമുക്ക് ഭൂപടങ്ങളുടെ വർഗീകരണത്തിലേക്ക് കടക്കാം. ഭൂപടങ്ങളെ ആദ്യമായി നമ്മൾ വർഗീകരിക്കുന്നത് അതിൻ്റെ ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ ഭൗതിക ഭൂപടങ്ങളെന്നും സാംസ്കാരിക ഭൂപടങ്ങളെന്നും രണ്ടായി തരംതിരിക്കാം. പ്രകൃതിദത്ത വസ്തുതകളാണ് നമ്മളൊരു ഭൂപടത്തിൽ അവതരിപ്പിക്കുന്നതെങ്കിൽ അത്തരം ഭൂപടങ്ങളെ ഭൗതിക ഭൂപടങ്ങൾ എന്ന് പറയുന്നു. ഉദാഹരണത്തിന്, ജ്യോതിശാസ്ത്ര സവിശേഷതകൾ അടങ്ങിയ ഒരു ഭൂപടം അത് ഭൗതിക ഭൂപടത്തിന് ഉദാഹരണമാണ്. മനുഷ്യനിർമ്മിതമായ എന്തിനെയെങ്കിലും പ്രതിനിധീകരിക്കുമ്പോൾ ഒരു ഭൂപടം സാംസ്കാരിക ഭൂപടമായി മാറുന്നു. ഉദാഹരണത്തിന്, സൈനിക ഭൂപടം. ഒരു ചോദ്യം ശ്രദ്ധിക്കാം. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ, ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ രണ്ടായി തിരിച്ചിരിക്കുന്നു. അത് നമ്മളിപ്പോൾ കണ്ടതാണ്. ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ രണ്ടായി തിരിച്ചിരിക്കുന്നു. ശരിയാണ് ആ പ്രസ്താവന. ഓപ്ഷൻ ബി, മനുഷ്യനിർമ്മിത സവിശേഷതകൾ സാംസ്കാരിക ഭൂപടങ്ങളിൽ അവതരിപ്പിക്കുന്നു. അതും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ബിയും കറക്റ്റ്. ഓപ്ഷൻ സി, പ്രകൃതിദത്ത വിവരങ്ങൾ അവതരിപ്പിക്കുന്നത് ഭൗതിക ഭൂപടത്തിലാണ്. അതും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇതിൽ തെറ്റായിട്ടുള്ള ഓപ്ഷൻ. അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം. ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. ഇതിൽ ഒരെണ്ണം മനുഷ്യനിർമ്മിതമാണ്.
മനുഷ്യനിർമ്മിതം എന്ന് പറഞ്ഞാൽ സാംസ്കാരിക ഭൂപടം. ഒരെണ്ണം സാംസ്കാരിക ഭൂപടത്തിനും മറ്റ് 3 ഭൗതിക ഭൂപടത്തിനും ഉദാഹരണമാണ്. നമ്മളിതിനകത്ത് കണ്ടെത്തേണ്ടത് സാംസ്കാരിക ഭൂപടം ഏതാണ് എന്നുള്ളതാണ്. ഇതിൽ ഓപ്ഷൻ ബി കാർഷിക ഭൂപടമാണ് ശരി. കാരണം കാർഷിക വൃത്തി എന്ന് പറഞ്ഞാൽ മനുഷ്യനിർമ്മിതമായ ഒരു പ്രവർത്തനമാണ്. ഭൂപടങ്ങൾക്ക് ഇനിയും ഒരു ക്ലാസിഫിക്കേഷൻ കൂടിയുണ്ട്. അത് തോതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ചെറിയ തോത് ഭൂപടങ്ങളെന്നും വലിയ തോത് ഭൂപടങ്ങളെന്നും ഭൂപടങ്ങളെ ക്ലാസിഫൈ ചെയ്യാം. നമ്മൾ ഈ അറ്റ്ലസ് ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ, ലോകത്തെ മുഴുവൻ ചിത്രീകരിക്കുന്നത്. അതായത് ഒരു വലിയ പ്രദേശത്തെ ചെറുതാക്കി ചിത്രീകരിച്ച് വച്ചിരിക്കുകയാണ്. അത്തരം ഭൂപടങ്ങളെയാണ് നമ്മൾ ചെറിയ തോത് ഭൂപടങ്ങൾ എന്ന് വിളിക്കുന്നത്. എന്നാൽ ചില പഞ്ചായത്ത് ഓഫീസ് പോലുള്ള ചില ഓഫീസുകളിലൊക്കെ ഒരു ചെറിയ പ്രദേശത്തിൻ്റെ ഭൂപടം വലുതാക്കി വച്ചിരിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അത്തരം ഭൂപടങ്ങളെയാണ് വലിയ തോത് ഭൂപടങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ തോതനുസരിച്ച് ഭൂപടങ്ങളെ നമുക്ക് 2ആയി തിരിക്കാം. ഒരു വലിയ പ്രദേശം ഒരു ചെറിയ പ്രതലത്തിൽ ചിത്രീകരിച്ചാൽ അത് ചെറിയ തോത് ഭൂപടം എന്നറിയപ്പെടുന്നു. ഒരു ചെറിയ പ്രദേശത്തിൻ്റെ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ച് വരയ്ക്കുന്ന ഭൂപടങ്ങളെ വലിയ തോത് ഭൂപടങ്ങൾ എന്നും വിളിക്കുന്നു. ഭൂപടങ്ങളെക്കുറിച്ചുള്ള ചില അടിസ്ഥാന വസ്തുതകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ബാക്കി അടുത്ത വീഡിയോയിൽ തുടരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. Thank you for watching this class. Thank you very much.